ഹായ് ഫ്രണ്ട്സ്, പ്ലസ് ഫീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് റവയും അതുപോലെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് നമുക്ക് മാവ് കുഴക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കറിയൊന്നും വേണമെന്നില്ല കേട്ടോ, ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിടാം ഇവിടെ ഒരു കപ്പോളം 250 ml കപ്പിന് ഒരു കപ്പോളം റവ കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ 250 ml കപ്പിന് ഒരു കപ്പോളം റവയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വറുക്കതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, രണ്ടും എടുക്കാം. ഇനി അതിലേക്ക് ആ ഒരു കപ്പിന് തന്നെ 1/2 കപ്പോളം തൈര് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു കപ്പിന് തന്നെ 1/2 കപ്പോളം വെള്ളം കൂടി എടുക്കാം കേട്ടോ. 1/2 കപ്പ് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഇത്രത്തോളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ടൈം നമുക്കിതൊന്ന് ആ ഒരു റവ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഒന്ന് വെക്കണേ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി വെള്ളം കമ്മിയിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. ആ ഒരു തൈരിൻ്റെ കട്ടകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഇട്ട് ഒരു 30 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോഴേക്ക് ഇതിലേക്കുള്ള ഒരു ഫില്ലിങ്സ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടിയിട്ട് വന്നാൽ പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ, അതങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 2 അല്ലെങ്കിൽ 3 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അധികം എരിവില്ലാത്തതുകൊണ്ട് ഞാനിവിടെ 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 തണ്ടോളം കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് 2 കൂടി 1 ടീസ്പൂണോളം മതി. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഒന്ന് വഴന്ന് വന്നാൽ പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട്, ഇതുവരെ നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു പൊടിയുടെ ഒക്കെ ഒരു പച്ച സ്മെല്ലിട്ടും ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ ഒന്നിങ്ങനെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടില്ല കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞ് വരാത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്നങ്ങ് പ്രസ് ചെയ്ത് ഒന്നും കൂടെ അങ്ങ് ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിലിങ്ങനെ ഒട്ടും ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രത്തോളം മതി കേട്ടോ. ഈ ഒരു രീതിയിലാക്കി എടുത്താൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് ഒന്നങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ അത് ഏകദേശം ഇത് 30 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഒന്നിങ്ങനെ ആ വെള്ളമൊക്കെ നന്നായിട്ട് ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റവ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി എടുക്കാം കേട്ടോ. എന്നിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി, ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നമ്മളിങ്ങനെ ഇഡ്ലിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ വേണ്ടത്. വല്ലാണ്ടങ്ങ് ലൂസാക്കി എടുക്കരുത്. നമുക്കിങ്ങനെ പാർന്ന് കൊടുത്താൽ നമ്മളിങ്ങനെ മാവ് ഒഴിച്ചു കൊടുത്താൽ ഇങ്ങനെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസി ആട്ടോ വേണ്ടത് പാനിൽ. ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കി അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഒരു ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം മാത്രമേ ഇപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ എപ്പോഴാണോ ഇത് ചുട്ടെടുക്കുന്നത് ആ ഒരു ടൈമിന് തൊട്ട് മുമ്പായിട്ട് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതാ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമുക്കിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പാനിൽ ഇങ്ങനെ നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ഇത് നമ്മളിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് തണുത്ത് വന്നപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാക്കി വെച്ചാൽ നമുക്ക് ചുട്ടെടുക്കുന്ന ടൈമിൽ വളരെ ഈസി ആയിരിക്കും. അതിനും കൂടെ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത്, ഇതാ ഞാനൊരു പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ടീസ്പൂൺ എടുത്ത് കണ്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എന്താ വെച്ചാലും കുഴപ്പമില്ല, ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്കിതാ ഒരു തവി മാവ് ഇതുപോലെ ഒന്നങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി. ഒന്നങ്ങ് ചുറ്റിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക, ഒന്നങ്ങ് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒന്നങ്ങ് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ബോൾസാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഇത് മിക്സ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് പരത്തിയെടുക്കാം. ഒന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കുറച്ച് മാവും കൂടി അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക. ഉണ്ടല്ലോ, എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്നങ്ങ് വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഇത്ര മതി. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് താഴ്ഭാഗം ഒന്നങ്ങ് സെറ്റായിട്ട് വരുന്നതോട് കൂടിയിട്ട് ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് താഴ്ഭാഗം അങ്ങനെ ഉറച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് ഇതുപോലെ ഒന്നങ്ങ് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഭാഗം കൂടി ഒന്നായിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അങ്ങ് എടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് ചുട്ടെടുത്താൽ മതി കേട്ടോ. കുറച്ചും കൂടെ ഓയിൽ ഒന്ന് ഇതുപോലെ വേണമെങ്കിൽ സ്പ്രെഡാക്കി കൊടുക്കാം. ഇപ്പോൾ അതൊന്നങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡ് നല്ല പോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റോട്ട് മാറ്റിയെടുക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുക. ഒരു തവി മാവ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് മാവ് പിന്നെ സ്പ്രെഡാക്കി കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചും അങ്ങ് ചുട്ടെടുത്താൽ മതിയേ. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. റവയും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതോ ഡിന്നറായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അഥവാ കറി വേണമെന്നുണ്ടെങ്കിൽ ചട്നിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഉള്ളിലൊക്കെ നല്ല ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.